ഹലോ, ഇന്നൊരു അമ്മച്ചി സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ ആണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കേ. ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ അത് വേവിക്കാനായിട്ട് തേങ്ങയുടെ 2ാം പാലും 3ാം പാലും അതും കൂടെ ഒന്നിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വേവാൻ ആവശ്യത്തിന് ഉപ്പ് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലിലും 3ാം പാലിലും കിടന്ന് വേണം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഏകദേശം ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി, 1 കിലോ കോഴിക്കാണ് ഞാൻ ഈ കണക്ക് പറയുന്നത്. പിന്നെ 2 സവോള അരിഞ്ഞത്, പിന്നെ 2 കഷ്ണം കറുവപ്പട്ട, ഒരു 4 ഏലക്കായ, പിന്നെ ഒരു 5-6 കഷ്ണം ഗ്രാമ്പൂ, പിന്നെ പച്ചമുളക് ഒരു 3-4 എണ്ണം. നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിനകത്തോട്ട് ചതച്ച കുരുമുളക് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ, പിന്നെ കറി ലീവ്സ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതിനകത്ത് കിടന്ന് നമുക്ക് കോഴിയെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഈ സ്റ്റൂവിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വൈറ്റ് കളറല്ല, നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു യെല്ലോ കളറിലെ ചിക്കൻ സ്റ്റൂ ആണ്. യെല്ലോ കളർ ചിക്കൻ സ്റ്റൂ ആണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളതാണ്. അത് കോഴിയൊക്കെ വറുത്താണ് നമ്മൾ അതിനകത്ത് എടുക്കുന്നത്. ഇതൊരു അമ്മച്ചി സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇനി നമുക്കതിനെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസ് പൊട്ടറ്റോ ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞാണ് നമ്മൾ ഈ സ്റ്റൂവിന് ഇടുന്നത്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ്റെ ഗ്രേവി കിടന്ന് ആ പൊട്ടറ്റോയും കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴാണ് ആ പൊട്ടറ്റോയ്ക്ക് നല്ലൊരു സ്വാദ് കിട്ടും. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊരു 5 to 7 മിനിറ്റ്സും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. മീൻ തന്നെ കിടന്നാൽ മതി പൊട്ടറ്റോ, അങ്ങനെ ഇരുന്ന് വെന്തോളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും ഒക്കെ എന്തായെന്ന് നോക്കാം. കണ്ടോ, പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട്. നമുക്കിനി അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിൽ നിന്ന് ആ പൊട്ടറ്റോ കഷ്ണവും ചിക്കൻ കഷ്ണവും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ പൊട്ടറ്റോ കഷ്ണം ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായി. ഞാനപ്പോൾ കറിയിൽ നിന്ന് പൊട്ടറ്റോ നമ്മൾ വേവിച്ച പൊട്ടറ്റോ കഷ്ണങ്ങളിൽ ഒന്ന് ഈ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മതി. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും ഈ കറിക്കറിന് വേണ്ടിയിട്ടാണ്. പൊട്ടറ്റോക്ക് ഇങ്ങനെ നല്ല മൊരിഞ്ഞ് വരുന്നത്. ഇപ്പോൾ പൊട്ടറ്റോയുടെ മുള്ളുവശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഈ അടുപ്പത്തൊന്ന് മാറ്റിയിട്ട് പിന്നെ നമുക്ക് ചിക്കൻ പീസസിനെ ഫ്രൈ ചെയ്ത് ഇതുപോലെ മാറ്റാം. പൊട്ടറ്റോ ഒക്കെ മാറ്റി ആ പാനിലോട്ട് തന്നെ നമുക്ക് വെന്ത ഇറച്ചി കഷ്ണങ്ങൾ, കോഴി കഷ്ണങ്ങൾ ഇട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ആ പൊട്ടറ്റോയുടെയും ചിക്കൻ്റെയൊക്കെ സ്വാദ് കുറച്ചും കൂടെ കൂടും നമ്മൾ ഈ സ്റ്റൂ ഉണ്ടാക്കുന്നതിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിതിനെ അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് അടുത്ത സെറ്റും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കട്ടെ. ആ അതിനകത്ത് ചിക്കൻ പീസസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചു. അതിനകത്തോട്ട് നമുക്ക് ആ വറുത്ത ചിക്കൻ പീസസും ആ എണ്ണയോട് കൂടി തന്നെ കുറച്ച് എണ്ണ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇനി തലപ്പാലും ഒഴിച്ച്, തലപ്പാലിൽ ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പൊട്ടറ്റോയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോയും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു, ആ വറുത്ത പൊട്ടറ്റോ. അപ്പോഴാണ് ഈ സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തലപ്പാലും ചേർത്ത് ഇറക്കാം. ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് കുരുമുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് ചേർക്കുക. അത് കഴിഞ്ഞ് തലപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അധികം ചേർക്കേണ്ട. അതിന് മുമ്പ് ഇതെല്ലാം ചേർത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് തേങ്ങയുടെ 1ാം പാലും
കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ചെറിയ തള വന്നു. നമ്മുടെ ചാറൊക്കെ നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. ഞാൻ അടുപ്പങ്ങ് ഓഫ് ചെയ്യാണ്. ചെറിയൊരു തള വന്നിട്ടുണ്ട്. പിന്നെ ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് കുറുകി വന്നു. അമ്മയ്ക്ക് സ്പെഷ്യൽ കോഴി സ്റ്റൂ മാത്രമല്ല, അതിൻ്റെ കൂടെ നല്ല അരികൊക്കെ മൊരിഞ്ഞ പാലപ്പവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പഴയ റെസിപ്പീസിൽ നോക്കിയാൽ ഇതുപോലത്തെ ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി കിട്ടും. അപ്പോൾ നല്ല ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള കോഴി സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം. ഓക്കേ.